ശ്രുതിയും തൻവീറുമാണ് നിങ്ങളോടൊപ്പം. ആൻഡ് ഓൾസോ വിത്ത് us we have a very special guest with us. നമ്മളിങ്ങനെ ടിക്ടോക്കിലൊക്കെ പല വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ സ്ട്രീമിൽ ഇങ്ങനെ നിരന്തരം ഒരാളുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അത് പുതിയ ഒരാളാണല്ലോ, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. കുറേ ആളുകൾ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. കുറേ സെയിൽസ് റിലേറ്റഡ് ആളുകളാണ്, അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ തോന്നിപ്പിക്കുന്ന കുറേ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വളരെ എന്താ ഫ്രം ദി ഹാർട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീൽ കിട്ടി. അപ്പോൾ ഞാനും ശ്രുതി ഇങ്ങനെ നമ്മൾ പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു വീഡിയോ. അത് കൊള്ളാലോ, ഭയങ്കര കുറേ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാൾ, ക്രൗഡിനിടയിലുള്ള ഒരാൾ. അപ്പോൾ ക്രൗഡിനിടയിൽ നിന്ന് ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ച് സ്റ്റുഡിയോക്കകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ക്ലബ് എഫ് എമ്മിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. റിയാസ് ഹക്കീം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 മാസത്തിനുള്ളിൽ 60,000-ലധികം ഫോളോവേഴ്സ് നേടി. ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ദിവസമാണ് നമ്മുടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സക്സസിന് പിന്നിലെ കഥ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാഗ് എന്താണ് ഇന്നത്തെ ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് വെച്ചാൽ ആ വാക്കല്ല പറയുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന ടേമായിട്ടായിരിക്കും. ഇമോഷണൽ കോച്ച് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ ആ ടേമിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നി. നേരിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. A very very good morning and welcome to Kalakan Recharge. First of all, Tanveer and Shruti, thank you so much for having me here. It's our pleasure. Happy morning. Happy morning. ഹാപ്പി മോർണിംഗ്. തുടക്കം തന്നെ ഇൻഫാക്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലസ് കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു 2023 ഒരു മാസീവ് ആക്ഷൻ ടേക്കിംഗ് ഇയർ ആയി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Thank you. സോ മച്ച്. പിന്നെ തൻവീർ പറഞ്ഞതുപോലെ ഇമോഷണൽ സെയിൽസ് കോച്ചിങ് അതൊരു പുതിയ ടേമോ അല്ലെങ്കിൽ ഒരു പുതിയ ടൈറ്റിലോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വൈ ഇമോഷണൽ സെയിൽസ് കോച്ചിങ്ങിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം അതെൻ്റെ ഒരു പേഴ്സണൽ ജേണിയും കൂടെയാണ്. ബേസിക്കലി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെ അറിയുന്നവരും അറിയാത്തവരും വരുന്നവരും പോകുന്നവരും എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമുക്ക് തരുന്നൊരു ഉപദേശം, റിയാസ് ഇങ്ങനെ ഇമോഷണൽ ആവരുത്, വേണ്ട. ഇത് ഒരു നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഇമോഷണൽ ആകുക എന്നുള്ളതൊരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് ആദ്യം മനസ്സിലായത്. കറക്റ്റ്. അത് പിന്നെ മനസ്സിലാക്കാൻ കുറെ സമയം എടുത്തു. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള എല്ലാ പരാജയങ്ങളും, എന്റെ ജീവിതത്തിലെ പല പരാജയങ്ങളെയും ഞാൻ ഹാങ് ചെയ്തിരുന്നത് ഈ ഒരു എക്സ്ക്യൂസിലായിരുന്നു. ഞാൻ ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കാം. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ സെയിൽസ് ലീഡർഷിപ്പ് ട്രെയിനിങ് കോച്ചിങ് സ്പേസിൽ നിന്ന് പലതും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഇമോഷണൽ ആകണം. തീർച്ചയായിട്ടും നമ്മൾ ഇമോഷണൽ, യു ഹാവ് ടു ബി ഇമോഷണൽ. പക്ഷെ എന്ത് ഇമോഷൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം, എന്ത് ഇമോഷൻസ് ഞാൻ ഫീൽ ചെയ്യണമെന്ന തീരുമാനം അതിന്റെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലാണ്. പലപ്പോഴും ഈ ലോകം നമ്മളെ പല രീതിയിലും ട്രീറ്റ് ചെയ്യും, ആൾക്കാർ പല രീതിയിലും ബിഹേവ് ചെയ്യും. പക്ഷെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എന്ത് ഫീൽ ചെയ്യണം, ഇത് രണ്ടിന്റെയും കൺട്രോൾ പാനൽ എൻ്റെ കയ്യിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, നമ്മൾ റിമോട്ട് കൺട്രോൾ പലപ്പോഴും പലർക്കായിട്ടും കൊടുക്കും. അത് ചിലപ്പോൾ ആൾക്കാർക്കായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾക്കായിരിക്കും. അവർ ആ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യും, നമ്മൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആക്കും. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മുടെ ഡിസിഷനെയും ആക്ഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ റിസൾട്ട്സിനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇമോഷണലി ഇന്റലിജന്റ് ആയാൽ ഒരുപക്ഷെ നമ്മൾക്ക് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാനും അതേപോലെ മാസീവായിട്ട് ആക്ഷൻസ് എടുക്കാനും അതിലൂടെ വളരെ മാസീവായിട്ടുള്ള റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കണമല്ലോ. ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ ലൈഫിൽ പല ഏരിയയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യാൻ ചൂസ് ചെയ്തത് സെയിൽസ് ആണ്. പ്രോബബ്ലി ഓൾ മൈ ലൈഫ് ഐ ബീൻ ഇൻ ടു സെയിൽസ് ഓൾ മൈ ലൈഫ്. അതായിരിക്കാം ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പേഴ്സണലി സെയിൽസ് കമ്മ്യൂണിറ്റി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. എന്നും നോ കേൾക്കണം, എന്നും റിജക്ഷനിലാണ്. അയാളെ കാണണം, ശരിക്കും വേണം. പലപ്പോഴും നമ്മൾക്ക് വളരെ 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 വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും യു ഹാവ് ടു ബി സ്മൈലിംഗ്, യു ഹാവ് ടു ബി ചാമിങ്. എക്സ്പെക്ടേഷൻ ഈസ് വെരി ഹ്യൂജ്. അറിയാലോ, റവന്യൂ ആണ് ലൈഫ് ബ്ലഡ് ഫോർ എനി ബിസിനസ്. വേർ ഡസ് റവന്യൂ കംസ് ഫ്രം? Sales. From the customers. From the customer. From when you close a deal, you get your revenue. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു സൈഡിൽ. അറ്റ് ദി അതർ സൈഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ദാറ്റ് യു ആർ ആക്ച്വലി ഫേസിങ് ഫ്രം ദ ഡേ വൺ അൺടിൽ യു ക്ലോസ് ദ ഡീൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ സഹായിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. കാരണം
ഇവർക്ക് കുറച്ച് കൂടുതൽ ഇമോഷണൽ മാസ്റ്ററി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്താൽ ഒരുപക്ഷെ ഇവർക്ക് കസ്റ്റമേഴ്സിന്റെ ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ സാധിപ്പിക്കുകയും കസ്റ്റമേഴ്സിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ അവരെ കൊണ്ട് ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇതിലൂടെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാം. നമ്പർ 1. അതിനേക്കാൾ ഉപരി നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്ത് തുടങ്ങും. നമുക്കൊരു സ്ട്രെസ് ഫ്രീ ലൈഫ് ഇമോഷൻസ് മാനേജ് ചെയ്യുമ്പോൾ കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് സെയിൽസിലുള്ള ആൾക്കാരെ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ പഠിപ്പിക്കുകയാണ്. That sounds brilliant. And ഇപ്പോൾ റിയാസ്, ഇപ്പം നമുക്കറിയാം ഇമോഷൻസ് എന്താണെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് യു റിയലി ടീച്ച് ദം വെൻ ഇറ്റ് കംസ് ടു സെയിൽസ്? ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സെയിൽസ്മാൻ, അവരെങ്ങനെയാണ് ഈ കസ്റ്റമറിൻ്റെ ഇമോഷൻസ് ആനലൈസ് ചെയ്യേണ്ടതും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും? ഓഫ് കോഴ്സ് വി ഹാവ് യുവർ സെഷൻസ് ടു റിയലി നോ ദാറ്റ്. പക്ഷേ ഇഫ് യു കുഡ് ഗിവ് അവർ ലിസണേഴ്സ് എ ബിറ്റ് ഓഫ് ഇൻസൈറ്റ് അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ, വാട്ട് വുഡ് ദാറ്റ് ബി? ഗുഡ് ക്വസ്റ്റ്യൻ ശ്രുതി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സെയിൽസ് പ്രൊമോട്ടർ എന്ന് ഞാൻ പറയുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് ഇമേജാണ് മനസ്സിൽ വന്നത്? ലൈഫുമായിട്ട് കണക്ട് ചെയ്യണം. സെയിൽസ് പ്രൊമോട്ടർ എന്ന് ഞാൻ പറയും. പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ സാധാരണ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ടീഷർട്ടൊക്കെ ഇട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ബ്രാൻഡിന്റെ പേരൊക്കെ മെട്രോ താഴെ ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ അല്ലേ, ഒരു വളരെ അഗ്രസീവായിട്ട് നമ്മളോട് പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണുള്ളത്. ശരിക്കും നമുക്ക് പലപ്പോഴും ആ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവർ ഭയങ്കര ഡെസ്പറേറ്റ് ആണോ. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു വളരെ ഡെസ്പറേറ്റ് ആയിട്ടൊക്കെ തോന്നും. പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്, അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കെല്ലാം ആസ് എ ഹ്യൂമൻ ബീങ് വി ഓൾ ലവ് ടു ബൈ തിങ്സ് അല്ലേ. പൈസ ഉണ്ടെങ്കിൽ വി ഓൾ ലവ് ടു ബൈ തിങ്സ് ബട്ട് വി ഹേറ്റ് ടു ബി സോൾഡ്. സിമ്പിൾ. വിൽക്കപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല, എന്നാൽ വാങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത്രയും ചെയ്താൽ മതി. ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. മേടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ വിൽക്കപ്പെടാൻ എല്ലാവർക്കും വെറുപ്പമാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മേടിക്കാൻ സഹായിക്കുക. അവർ ജോബ് ഈസ് ടു ആക്ച്വലി ഹെൽപ്പ് പീപ്പിൾ, ജെനുവിൻലി ഹെൽപ്പ് പീപ്പിൾ. സെൽഫ്ലെസ് ആകുക, സെർവ് ചെയ്യുക. സിമ്പിൾ. സെൽഫ്ലെസ് ആയി എങ്ങനെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും, കസ്റ്റമേഴ്സിനെ സെൽഫ്ലെസ് ആയിട്ട് എങ്ങനെ സെർവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള അടിസ്ഥാനമാണ് ഈ ഇമോഷണൽ സെയിൽസ് കോച്ചിങ്ങിന്റെ ഫണ്ടമെന്റൽസ്. ഇനി എങ്ങനെ നമ്മളുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ചോദ്യം എന്നോട് ചോദിച്ചില്ല. എങ്ങനെ നമ്മൾ ആസ് എ സെയിൽസ് പേഴ്സൺ നമ്മൾ എങ്ങനെ ഇമോഷൻ മാനേജ് ചെയ്യും? ഞാനൊരു 2 ഇൻസിഡന്റ് മാത്രം പറയാം. ഫിയർ ഓഫ് അൺനോൺ എല്ലാവർക്കും ഉള്ളതാണ്. ഫിയർ ഓഫ് റിജക്ഷൻ. ഈ 2 ഫിയറും അല്ലെങ്കിൽ ഈ 2 ആൻസൈറ്റിയും ഇത് 2 ഇമോഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫിയർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫിയർ എന്ന് നമ്മൾ ഇമോഷണലി പറയുമ്പോൾ ആ ടേം പറയുമ്പോൾ അതിന്റെ പിറകിലൊരു ന്യൂറോ സയൻസ് ഉണ്ട്. ഫിയർ ഈസ് നത്തിങ് ബട്ട് അഡ്രിനാലിൻ അല്ലെ. ആൻസൈറ്റി ഈസ് നത്തിങ് ബട്ട് കോർട്ടിസോൾ. ഇതെല്ലാം കെമിക്കൽസ് ആണ്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അമെഗ്ഡല എന്ന് പറഞ്ഞൊരു യൂണിറ്റ് സെക്രേറ്റ് ചെയ്യുന്ന കെമിക്കൽസ് മാത്രമാണ്. ഇതിന്റെ എല്ലാം കൺട്രോൾ പോയിന്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ശ്രുതി കൈ ഒന്ന് പൊക്കാവോ? ആരെ കൺട്രോൾ ചെയ്ത്? യു കൺട്രോൾ റൈറ്റ്. അപ്പോൾ ശ്രുതി കൺട്രോൾ ചെയ്തപ്പോൾ കൈ പൊങ്ങി. അതേപോലെ തന്നെയാണ് ശ്രുതി കൺട്രോൾ ചെയ്യുമ്പോൾ അമിഗ്ഡല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കെമിക്കലാണ് ഈ ആൻസൈറ്റിയും ഈ ഫിയറും ഒക്കെ. അപ്പോൾ അതാണ് അതിന്റെ അടിസ്ഥാനം. ഇമോഷൻസ് നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, അല്ലാതെ പുറത്ത് പോകണ്ട. കൺട്രോൾ നമ്മുടെ ഉണ്ട്. നൗ കമ്മിങ് ടു ദ പോയിന്റ്. ഫിയർ. ഈ 2 ഫിയറും നമ്മളൊന്ന് നോക്കിയാൽ, ഫിയർ ഓഫ് അൺനോൺ, ഫിയർ ഓഫ് സ്ട്രേഞ്ചർ. I would say we've been wrongly trained from our childhood. എന്റെയൊക്കെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ മോനെ അറിയാത്ത കുട്ടികൾക്ക് സ്ട്രേഞ്ചേഴ്സ് പ്രൈവറ്റ് ബസ്സിൽ കയറിയ തീർച്ചയായിട്ടും മാമനെ നോക്കല്ലേ. അറിയാത്ത ആൾക്കാരോട് മിണ്ടരുത്. അറിയാത്തത് എന്തും ഒരു സ്ട്രേഞ്ച് ആണ് നമുക്ക്. സ്ട്രേഞ്ചർ ഈസ് എ ഡേഞ്ചർ. ഇത് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ ട്രെയിൻഡ് ആണ്. സ്ട്രേഞ്ചർ ഈസ് എ ഡേഞ്ചർ. ഞാനാണ് ഇനി ഞാൻ വലുതായി ജോലിയൊക്കെ എടുക്കുമ്പോൾ ഒരു സെയിൽസ് പൊസിഷനിൽ എടുക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഡേഞ്ചറില്ല. എന്റെ മുന്നിൽ എല്ലാം ഡേഞ്ചർ സോണാ ഇല്ലേ. കാരണം കാണുന്നവരെല്ലാം സ്ട്രേഞ്ചേഴ്സ് ആണ്. നമ്പർ 2, ഫിയർ ഓഫ് റിജക്ഷൻ. നമുക്ക് എന്തുകൊണ്ടായി ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെയും കുട്ടിക്കാലത്ത് നമ്മൾ വി ബീൻ ട്രെയിൻഡ്. കാരണം ഇപ്പം ഞാൻ എന്റെ കുട്ടി ഒരു ചെയറിൽ കയറാൻ ശ്രമിച്ചു, ചെയർന്ന് വീണു. ആരെ പറയും? പാരന്റ്സ് ആദ്യം എന്താ ചെയ്യുന്നത്? കുട്ടിക്കാരെയും ചെയറിന് പോയിട്ട് എന്റെ കുഞ്ഞിന് തട്ടിയിട്ടു അല്ലേ. നമ്മുടെ മിസ്റ്റേക്കാ. എന്റെ കുഞ്ഞ് ചെയ്തൊരു മിസ്റ്റേക്കിന് ഞാൻ കണ്ടുപിടിച്ച ബ്ലെയിം ചെയറാ.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുക, തോൽക്കുക എന്നത് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ദുരനുഭവമായിട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്തിട്ടത്. അതുകൊണ്ട് തന്നെ പലർക്കും തോൽക്കാൻ പേടിയാണ്. ഈവൻ സ്റ്റുഡൻസ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താലും ഫസ്റ്റ് ആവണം സെക്കൻഡ് ആവരുത്, തോൽക്കരുത്. സെക്കൻഡ് ആകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യു ആർ ആക്ച്വലി ഡാമേജിങ് ഹോൾ ലൈഫ്. അപ്പം ഈ തോൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ പേടിയാണ്. കാര്യം പലപ്പോഴും ഞാൻ കണ്ടിട്ട് സെയിൽസിൽ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പല സെയിൽസും ക്ലോസ് ചെയ്യാൻ സാധിക്കും. സർ, ആർ യു റെഡി ടു ബൈ നൗ? പക്ഷേ ചോദിക്കില്ല. ആർ യു റെഡി ടു ബൈ നൗ എന്ന് ചോദിച്ചാൽ നോ പറഞ്ഞാലോ? തകർന്നില്ലേ, ലോകം ഇടിഞ്ഞു വീണില്ലേ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഈ ഒരു ഒറ്റ പേടി കാരണം പലപ്പോഴും സെയിൽസും ക്ലോസ് ആവാറില്ല. നമ്മളുടെ എക്സ്പീരിയൻസിലാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രോഡക്റ്റ് അറിയാവുന്ന ആളായിരിക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, സർ ആർ യു വില്ലിംഗ് ടു ബൈ റൈറ്റ് നൗ, സർ റെഡിയാണോ ഇപ്പൊ മേടിക്കാൻ എന്ന് ചോദിക്കാനുള്ള ഭയം നോയെ പേടിച്ചിട്ടാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന ചിന്ത നമ്മളെ എവിടെയും എത്തിക്കില്ല. പക്ഷെ അത് യെസ് ആക്കാനുള്ള വഴികളുണ്ടോ? ആബ്സല്യൂട്ട്ലി. ഈ നോയെ നമുക്ക് ക്വാളിഫൈ ചെയ്ത് എസ് ആക്കാനുള്ള വഴി തീർച്ചയായിട്ടും ഉണ്ട്. ആ വഴി എവിടെയും ചോദിച്ചാലും വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക. കാര്യം നമ്മളുടെ ജോബ് എന്താണ്, ആദ്യം നമ്മുടെ പർപ്പസ് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാനോ കമ്മീഷൻ ഉണ്ടാക്കാനോ അല്ല സെയിൽസിൽ നിൽക്കുന്നത്, ഞാൻ അയാളെ സഹായിക്കാനാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ഇമോഷണൽ ജേർണി വെയർ യു എക്സ്ചേഞ്ച് ഫീലിങ്സ്. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ബിസിനസ്സിലേക്ക് ഇടപെട്ട് അയാളുടെ ജീവിതത്തെയോ ബിസിനസ്സിനെയോ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിൻ്റെയോ പേഴ്സണൽ പ്രോബ്ലംസോ മാറ്റിയെടുക്കാനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൊസിഷൻ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കാനല്ല നിൽക്കുന്നത്, ഞാൻ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ നിൽക്കുന്ന ആളാണെന്നുള്ളൊരു തിരിച്ചറിവിലൂടെ നിന്നാൽ നമ്മുടെ ഇമോഷൻസ് പലതും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. You made it sound so good, you know. അതെ, ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ പറയാം. അല്ല, സെയിൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഫുൾ സംഭവമായിട്ട് നമ്മൾ കാണുന്നത്. ബട്ട് യു മേഡ് ഇറ്റ് സൗണ്ട് സോ ഗുഡ്. അതാണ് ഈ സെയിൽസുകാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അപ്പൊ അവരെ കുറിച്ച് എന്തെങ്കിലും എപ്പോഴും പറയാ. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും റേഡിയോയിലൊക്കെ പറയാറുണ്ട്, ടാർഗറ്റ്സ്, ഇത് ഫുൾ നെഗറ്റീവ് പ്രഷർ, ബോസിന്റെ പ്രഷർ, മാനേജ്മെന്റിന്റെ പ്രഷർ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്രയും സെയിൽസുകാരൊക്കെ ഒരുപാട് കാണുന്ന ഒരാളാണ്. അവരുടെ അടുത്ത് നിന്ന് എന്താ കിട്ടുന്നത്? അവരുടെ മനസ്സിനകത്ത് എന്താ, അവർ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് എന്താ തോന്നിയിട്ടില്ല? തൻവീർ, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്നിൽ കേൾക്കുന്ന എല്ലാ മാനേജേഴ്സും ഇത് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ 80% എൻ്റെ ട്രെയിനീസ് അല്ലെങ്കിൽ കോച്ചീസ് ഒരു ലോവർ ഇൻകം സ്കെയിലുള്ള സെയിൽസ് പ്രൊഫഷണൽസ് ആണ്. ബീറ്റ് എ സെയിൽസ് മാൻ ഓർ സെയിൽസ് പ്രൊമോട്ടർ, സെയിൽസ് എക്സിക്യൂട്ടീവ്. ഞാനൊരു VP ഓഫ് സെയിൽസിന്റെ കാര്യമല്ല പറയുന്നത്, സാധാരണ സെയിൽസ് പ്രൊഫഷണലിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. തൻവീർ പറഞ്ഞതുപോലെ ദേ ആർ ആക്ച്വലി ഇൻ ടു എ ബിഗ് ടൈം സ്ട്രെസ്. കാരണം ഒന്ന് ഈ പറഞ്ഞ എക്സ്പെക്ടേഷൻ ആണ്. കാര്യം ഞാൻ പോയി പൈസ ഉണ്ടാക്കിയാലേ എനിക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? സെയിൽസ് എപ്പോഴും ഒരു ലൈഫ് ബ്ലഡ് ആണ്. ഞാൻ പൈസ കൊണ്ടുവരണം. അപ്പൊ അവിടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. 2, അക്കാഡമിക്കൽ ഗ്യാപ്പ് ഉണ്ട്. നമ്മളൊന്നും മനസ്സിലാക്കണം. കൊമേഴ്സ് പഠിച്ചാൽ അക്കൗണ്ടന്റ് ആകാം, ഫൈനാൻസ് പഠിച്ചാൽ ഫൈനാൻസിൽ ജോലി കിട്ടും, ലോജിസ്റ്റിക്സ് പഠിച്ചാൽ ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റർ ആകാം. നമ്മൾ പല മേഖലയിലും ബിസിനസിന്റെ പല സ്കോപ്പിലും അക്കാഡമിക് ബാക്കപ്പ് ഉണ്ട്. സെയിൽസ് പഠിപ്പിക്കുന്ന ഏത് സ്കൂൾ അവിടെ ഉള്ള, ഏത് മാനേജ്മെന്റ് സ്കൂളിലാണ് സെയിൽസ് ഒരു കരിക്കുലമായിട്ടുള്ളത്? അപ്പം ഒരു അക്കാഡമിക് ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വരുന്ന പല 80 മുതൽ 90% സെയിൽസിലുള്ള ആൾക്കാരും വരുന്നത് അക്കാഡമിക്കലി ട്രെയിൻഡ് ആയിട്ടല്ല. അപ്പോൾ അവർക്കൊരു നോളജ് ഗ്യാപ്പ് ഉണ്ട്. ഈ നോളജ് ഗ്യാപ്പ് പ്ലസ് ഈ പറഞ്ഞ പ്രഷർ, ടാർഗറ്റ്, കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ്, ഇതെല്ലാം കൊണ്ട് ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അനുഭവിക്കുന്ന ഒരു വലിയ ട്രോമ ഉണ്ട്. വലിയ സ്ട്രെസ്സിലൂടെയാണ് ഈ പറഞ്ഞ ജെന്റിൽമാൻ കടന്നു പോകുന്നത്. അറ്റ് ദി സെയിം ടൈം നേരത്തെ പറഞ്ഞ പോലെ ഹി ഹാസ് ടു കീപ് ദാറ്റ് smile on the face. എപ്പോഴും പറയില്ലേ, കസ്റ്റമർ ഈസ് ദ കിങ്, കസ്റ്റമർ ഈസ് റൈറ്റ്. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും കസ്റ്റമർ റോങ് പറഞ്ഞാലും അല്ലെങ്കിൽ കസ്റ്റമർ വളരെ വളരെ നോൺസെൻസ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്താലും യെസ് സർ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ഒന്ന് യു ഹാവ് ടു ബി എംപത്തറ്റിക്. നമ്മളെ ഒന്ന് അവിടെ ഒന്ന് നിർത്തിയാൽ വി വിൽ നോട്ട് റിയലി ഫീൽ ഗുഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റ് ഇമോഷണൽ ലെവലിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ കോൺഫ്ലിക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. നമുക്കൊരിക്കലും ആരെയും തിരുത്താൻ പറ്റില്ല.
മറ്റൊരാളുടെ ചിന്തകൾ, മറ്റൊരാളുടെ വാക്കുകൾ, മറ്റൊരാളുടെ പ്രവൃത്തികൾ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ കൺട്രോളിലുള്ള 3 കാര്യങ്ങൾ നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയാണ്. ഈ 3 കാര്യത്തെയും നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുന്നത്. അല്ലാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോകരുത്. ഇവിടെ പലപ്പോഴും ഉള്ള പ്രശ്നം, സ്ട്രെസ് വരുമ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പോകും. സ്ട്രെസ് വന്നോട്ടെ, സ്ട്രെസ് വന്നിട്ട് പോവും. സ്ട്രെസ് എന്താണെന്ന് സയന്റിഫിക്കലി തിരിച്ചറിയുക. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് അഡ്രിനാലിൻ അല്ലെങ്കിൽ കോർട്ടിസോൾ. കോർട്ടിസോൾ ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് സ്ട്രെസ്. ഈ സയൻസ് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അടുത്ത പ്രാവശ്യം സ്ട്രെസ് വരുമ്പം, ദൈവമേ സ്ട്രെസ് വന്നിട്ടുണ്ട്, ഇപ്പൊ അവ എന്നെ കൺട്രോൾ ചെയ്യും, വേണ്ട, ഞാൻ സ്ട്രെസ്സിനെ ഐ ആം ഗോയിങ് ടു ബി റിലാക്സ്ഡ്, ഞാൻ എൻ്റെ അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ എൻ്റെ ആക്ഷൻ മാറ്റണം. ഇമോഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ. വിഷമിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും ശ്രുതി? കണ്ണ് താഴെ ആയിരിക്കും, ഹെഡ്സ് വിൽ ബി ഡൗൺ. നമ്മളാകെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ അറിയാം നമ്മൾ എന്ത് ഇമോഷനിലാണ്, അല്ലേ? അപ്പം ഇമോഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ. സോ ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ഇമോഷൻസ്, what you have to change your actions. ഇറങ്ങി നടന്നോ, ഓടിക്കോ. അതാ പറയുന്നല്ല, മുമ്പൊക്കെ ആൾക്കാർ പറയും സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു പറയും, നമുക്കൊരു കോഫി കുടിക്കാം, അല്ലെ ഒരു ഡ്രൈവിന് പോവാന്നൊക്കെ പറയും. എന്തുകൊണ്ടാ? യു ഹാവ് ടു ചേഞ്ച് യുവർ ആക്ഷൻസ് സോ ദാറ്റ് ഇമോഷൻസ് വിൽ ഓൾസോ ചേഞ്ച്. സോ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കസ്റ്റമർ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നിൽക്കുക, ഒരു ബ്രീത്ത് എടുക്കുക. ഇപ്പൊ എനിക്ക് കോർട്ടിസോൾ വരും. കോർട്ടിസോൾ വന്നാൽ എന്താ പറ്റുക, സ്ട്രെസ് വന്നാൽ എന്താ പറ്റുക? ഞാൻ ഇതൊരു കഴിഞ്ഞ റീസെന്റ് ആർട്ടിക്കിളിൽ വായിച്ചത്, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. മുമ്പൊക്കെ 50-60+ ഹാർട്ട് അറ്റാക്സ്. തൻവീർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ ജിമ്മിൽ നിന്നൊക്കെ ഇറങ്ങി വളരെ ഹെൽത്തി ആയിട്ട് വളരെ അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാർ 20s-ലും 30s-ലും ഒക്കെ വീണ് മരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക്, കാർഡിയക് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പല ടേമിൽ ആൾക്കാർ നമ്മളെ വിട്ടു പോവാണ്. വൺ ഓഫ് ദ റീസൺ ഈസ് ലൈഫ് സ്റ്റൈൽ, ഫുഡ്, നമ്മളുടെ ബാക്കിയുള്ള ബിഹേവിയേഴ്സ്. ബട്ട് പ്രൈമറി റീസൺ സ്റ്റഡീസ് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് സ്ട്രെസ്. നമ്മൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതും റോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതും. ഇവിടെയൊക്കെയാണ് ഇമോഷണൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ തന്നെ ഉള്ളത്. നോട്ട് ജസ്റ്റ് ഫോർ സെയിൽസ് പീപ്പിൾ, ഈവൻ ഫോർ എനിബഡി ഫോർ ദാറ്റ് മാറ്റർ. ഈവൻ നിങ്ങൾ റേഡിയോ ജോക്കീസും ഈ പറഞ്ഞൊരു കാറ്റഗറി, സെയിൽസ് പീപ്പിൾ അറ്റ് എ പോയിന്റ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും വിൽക്കുകയാണ് അല്ലെങ്കിൽ മേടിക്കുകയാണ്. സോ വി ഓൾ ഹാവ് ടു ഹാവ് ദിസ് ഇൻബിൽട്ട് മെക്കാനിസം ടു മാനേജ് അവർ ഇമോഷൻസ്. നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആസ്പെക്ട് നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, പക്ഷെ അതിനോട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ കഴിയും. പെർഫെക്റ്റ്.